ഹലോ ഗൈസ്, കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് പറയലുണ്ട് ചേച്ചിക്ക് ലോങ് വീഡിയോ ചെയ്തുകൂടേത്. രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് ചെയ്യാത്തത്. ഒന്ന്, മടി. രണ്ട്, ഞാൻ ലോങ് വീഡിയോ ചെയ്യാൻ മാത്രം ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, അതന്നെ കാര്യം. അപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾ എന്തിട്ട് കാണിക്കുക. ഇന്നാണെങ്കിൽ അമ്മ ഉണ്ട്, ഉണ്ട് ഇവിടെ. 3 മണിയായി. അപ്പോൾ 3 മണിയായി ഓൾമോസ്റ്റ്. അപ്പോൾ പിന്നെ എന്നാൽ ഞങ്ങളുടെ കുറച്ച് ഈവനിങ് ഞങ്ങളുടെ വർത്താനവും കലപിലയും കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറച്ച് സമയം ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം താഴത്തോട്ടൊന്ന് പോകണം. ഞാൻ ഇപ്പോൾ താഴത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ കച്ചറി ലഹളയായിരിക്കും മിക്കവാറും. കാരണം അത് അങ്ങനെയാണ്. അമ്മയും എനിക്ക് തോന്നുന്നു ഞാനും അമ്മയും ഗോകും കൂടിയാ സൂപ്പറാ. എല്ലാവരും കൂടി ഒച്ചപ്പാട് ബഹളമൊക്കെ ആയിരിക്കും. നമുക്ക് എന്തായാലും അത് കാണാം. ഇങ്ങനെ നടക്കണൊക്കെ കണ്ടാ തോന്നുന്നു ഇന്ന് ജിമ്മൊന്നും ഇല്ല. ഞാൻ കൊറേ നേരമായിട്ട് വിചാരിച്ചിരുന്നു ഇന്ന് ജിമ്മൊന്നും ഇല്ലാന്നാ. പക്ഷെ അങ്ങനെയല്ല, ഇന്ന് ജിമ്മൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ അല്ലാണ്ട് അവധിയല്ലേ. എന്നോട് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന രണ്ടാൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ഗൂഗിളെ ഗോഗ് എന്താ കയ്യില് പുതിയൊരു ചരട്. ഇന്ന് രാവിലെ അമ്പലം വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിതയായി തളർന്നു കിടക്കുന്ന എന്റെ മാതാവ് എനിക്ക് അമ്മ ഇങ്ങനെ ജിമ്മൊന്നും ഇല്ലാത്ത പോലെ കിടക്കലേക്ക് ജിമ്മ് പോണം. എല്ലാരും പറയും ഇക്കാണ് ഉറക്ക കൂടുതൽ. ഇവിടെ എല്ലാവർക്കും നല്ല ഉറക്കമുള്ള ടൈപ്പാണ്. മറ്റേ ഞാനിപ്പോ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു കേട്ടോ. മറ്റേ അമ്മേനെ പ്രാങ്ക് ചെയ്യുന്നത്, അമ്മേനെ എടുത്തുന്നിട്ട് എന്താ പറയാ വീട്ടിലത്തെ പണിയൊക്കെ എടുക്കണം. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം. അമ്മേ ഒന്നിട്ട് വരൂ. ഇവിടെ ഇങ്ങനെ വല്ലപ്പോഴും ഉമ്മർത്തൊക്കെ വന്നിരിക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു കോലായ കെട്ടിണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നത്. ഞാൻ കുറച്ച് എന്റെ വ്യൂവേഴ്സിന്റെ അടുത്ത് ഞാൻ രാവിലെ എണീറ്റ് എന്തൊക്കെ ചെയ്യും അങ്ങനത്തെ കാര്യമൊക്കെ പറയാണ്. പിന്നെ എന്നിട്ട് എണീറ്റ ഫസ്റ്റ് തന്നെ കുളിക്കും. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടില് കുളിക്കാണ്ട് അടുക്കളയിലൊന്നും കയറാൻ സമ്മതിക്കില്ല. എന്നിട്ട് പിന്നെ ഞാന് രാവിലെ ഒരു 7 മണി 6 മണിക്ക് എണീറ്റ് കുളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഒരു 7-7:30 ആവും. എന്നിട്ട് പിന്നെ അമ്മയ്ക്കുള്ള ഭക്ഷണം ഞാന് പാക്ക് ചെയ്യും, അംഗൻവാടി കൊണ്ടുപോകാനുള്ളത്. ഇത് ഇവിടുത്തെ കാര്യ പറയണത് അതോ നിന്റെ മനസ്സിൽ ഇങ്ങനെ ചെയ്യണമെന്നോ? ആര് ചെയ്യണ കാര്യം ഈ കുറച്ചെങ്കിലും സാമ്യമുള്ളതാ പറയട്ടോ. അത് അതിനിപ്പോ എന്താ ആരും വന്നു എന്ത് ഭക്ഷണം ഞാൻ കൊണ്ടുപോകണത് അറിയും കൂടി ഇല്ല എനക്ക്. ഈ മാക്സിയിൽ കാണേ. അത് കഴിഞ്ഞ അമ്മാനെ ഒരു 9:30 ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ജോലിക്ക് വിടും. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വീടൊക്കെ അടിച്ചുവാരി തുടയ്ക്കും. എന്താ പറയാ അമ്മമ്മയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ നടന്നതന്നെ. എന്തടിക്കണ് അതെന്താന്ന് നിനക്കറിയോ? മുമ്പ് പറഞ്ഞേ മുറ്റടിക്കുക, അതെന്താ സംഭവം? അതെവിടെ ഈ വീടിന്റെ ഏത് ഭാഗത്തിനാണ് നീ അത് പറഞ്ഞത്? എനിക്കിത് പറയുമ്പോ തന്നെ എനിക്ക് ചിരി വരികയാണ്. പിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല സെഗ്മെന്റ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യലില്ല. എന്റെ വീട്ടിലെ എല്ലാ ജോലിയും പാവന്റെ അമ്മയാണ് ചെയ്യല്. ഞാൻ ബേസിക് ആയിട്ട് കുറച്ച് ഏൺ ചെയ്യും, അത്രേ ഉള്ളൂ. അമ്മേനെ സഹായിക്കുന്നല്ലാതെ. ഇനിയിപ്പോ എന്താ ചായ ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞതിന്റെ ആഘാതത്തിൽ ഒരു വശത്ത് കസാല ഇട്ടിട്ട് ഇരിക്കുകയാണ്. വാ നമുക്ക് ഗോകുവിനെ കൂടി എണീപ്പിക്കാം. അർദ്ധബോധത്തിലാണ്. ഗോകു ഒന്ന് പോയിട്ട് എനിക്കിത് വേണം, എനിക്കിത് കിട്ടണം. ഞാന് ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഞാൻ മേലെന്ന് താഴത്തേക്ക് വന്ന അവിടെ ഒച്ചപ്പാടും ബഹളവും അടി ഇടിയായിരിക്കും. ഗോകു 1 kg അല്ലേ? 1 kg ഒനിയൻ, 100 പച്ചമുളക്, 1 കിലോ പഴുത്ത പഴം. കഴിക്കാൻ പാടില്ല. ജിമ്മിൽ പോണവരൊന്നും അത്ര ഓയിൽ കണ്ടന്റ് കഴിക്കാൻ പാടില്ല. അതൊക്കെ എടുത്തിട്ട് കാര്യണ്ട്. എനിക്ക് വീഡിയോ എടുക്കാനല്ല അറിയില്ലോ, ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. കുക്കിംഗ് അറിയാത്തത് ഒരു തെറ്റാണോ ഗൈസ്? ആണ് നിങ്ങൾ പറയരുത്. കാരണം എന്നാ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരില്ല. എന്താ സംഭവം? ഇവിടെ ആണെങ്കിൽ ഓരോ സാധനങ്ങൾക്കും ഓരോ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ചിട്ടാണ് ഇവിടെ അത് വെക്കാൻ പാടുള്ളൂ. അമ്മയ്ക്ക് ആ പാറ്റേൺ അനുസരിച്ചിട്ട് ഇവിടെ ഓരോ സാധനങ്ങളുടെ പാറ്റേൺ അനുസരിച്ചിട്ട് വെക്കാൻ പാടുള്ളൂ. ആരും വിളിക്കുന്നുണ്ട് നോക്കട്ടെ.
നമ്മൾ സാധനം മേടിച്ച് വന്നു. പിന്നെ ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പോണത് എന്റെ അനിയനാണ്. ഇപ്പൊ മഴ നനഞ്ഞിട്ട് വന്നേക്കാണ് കുട്ടി. നമ്മൾ വൈകുന്നേരം പഴംപൊരിയും ചായയും കുടിക്കുന്നതാണ്. എന്റെ കോച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും എന്നെ പുളിവാറലിനടിക്കും. ഈ പൊതുവെ ജിമ്മിൽ പോണവരൊന്നും അങ്ങനെ അൺഹെൽത്തി ആയിട്ട് കഴിക്കരുത്. പക്ഷെ വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരി ഹെൽത്തിയാണ് അല്ലേ? പിന്നെ ഇത് ഗോകു എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത്. ഐനാസ് അപ്പോഴേക്കും ഭയങ്കര മഴ പുറത്ത്. നിങ്ങക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇതിനെയാണ് കേട്ടോ ഞാൻ ഭയങ്കര മഴ എന്ന് ഉദ്ദേശിച്ചത്. അല്ല ഡ്രസ്സിന്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് എന്താ പങ്ങട്? എന്താ എന്താ ഇല്ല, എന്താ കാര്യം പറ. എന്താ അമ്മ അവന്റെ കയ്യില്? ഈ ഹോം വ്ളോഗൊക്കെ ചെയ്യുന്ന, വീട്ടിലെ വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം. സത്യം പറയാലോ. കാരണം വീഡിയോയില് കാണരുത് പറഞ്ഞ അനിയ ഐനാസ് കൊണ്ടിട്ട് അപ്പുറത്ത് കൂടെ പോയി. എടാ അയ്യോ, അരിഷ്ടം കുടിക്കണത് കർക്കിടക മാസത്തിലെ എന്ത് ചികിത്സ പറയാ? എന്തോ ഒരു അല്ല, കർക്കിടക കഞ്ഞി ഉണ്ടാക്കലുണ്ടായില്ലേ തവണ. ഇവിടെ എല്ലാവർക്കും സ്വന്തമായിട്ട് കുറെ ഉള്ളത് എന്താന്ന് ചോദിച്ചാൽ മരുന്നുകളാണ്. എല്ലാവർക്കും ഒരു സെറ്റ് മരുന്നുകളുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോ ഫണ്ട് ഉണ്ടാവില്ല. ഞാൻ നോക്കുമ്പോ ഫ്രിഡ്ജിന്റെ ബാക്കിൽ എന്റെ വീഡിയോയിൽ വരാതിരിക്കാൻ അത്രയ്ക്ക് അധികം ഞാൻ അവനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. അങ്ങനെ പഴംപൊരിക്കുള്ള പഴം ഇവിടെ വന്നേക്കാണ്. പഴംപൊരിക്കോ? തിന്നാനറിയാം പഴംപൊരി. അമ്മ എല്ലാം ഉണ്ടാക്കും. നമ്മൾ മാനസികമായ സപ്പോർട്ട് തരുന്നു. എന്റെ അതിനെ വീഡിയോ എടുത്ത് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വിചാരിച്ചാൽ മതി. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച നൈറ്റ് സ്യൂട്ട് കേട്ടോ. നല്ല രസമല്ലേ? ഉണ്ടെന്ന് പറയണോ നിങ്ങള്? ഇല്ല, ഞാൻ സമ്മതിക്കില്ലേ. ഞാൻ ഇങ്ങനെ കണ്ടു നിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ റോൾ എന്താ? എന്റെ തിന്നല്ലേ? അതന്നെ, അതൊക്കെ തന്നെ ഇപ്പൊ റോള്. എനിക്ക് നല്ല പഴുത്ത പഴം വേണം. ഏതെങ്കിലും കാലത്ത് ഈ ഉണ്ടാക്കുമ്പോ വിലയുള്ള പഴം എടുക്കരുത്. കുറച്ച് നല്ല പഴുത്ത പഴം കൊണ്ടാണ് പഴംപൊരി ഉണ്ടാക്കുക കേട്ടോ. ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോ അമ്മമ്മയാണ് എനിക്ക് വെട്ടിയൊക്കെ തരാറ്. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് അമ്മമ്മ കുറച്ചുകൂടി ഹെൽത്തി ആയിരുന്ന സമയത്ത് അമ്മമ്മ ഫുൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അമ്മമ്മയായിരുന്നു അരിയലൊക്കെ. എന്നിട്ട് വേറൊരു കാര്യമുണ്ട്, ഈ പഴംപൊരി ഉണ്ടാക്കും. എന്നിട്ട് ഇതിന്റെ ബാറ്റർ ഉണ്ടാവും ലാസ്റ്റ് വരുന്നത്. അതായത് പഴത്തിന്റെ കഷ്ണങ്ങളും അങ്ങനെയൊക്കെ നെയ്യൊക്കെ ഇടും. ആ ബാറ്റർ വേറൊരു അപ്പം പോലെ ഉണ്ടാക്കി തരും. അതിനാണ് ഇവിടെ കൂടുതൽ അടി, ലൈക് പഴംപൊരിനേക്കാളും ലാസ്റ്റ് ഉണ്ടാക്കുന്നത്. മധുരം ഉണ്ടാവുന്നത് ശർക്കര ഇട്ടിട്ട്. അച്ഛനും അതെ കേട്ടോ, നന്നായി കുക്ക് ചെയ്യും. അതായത് ഇപ്പൊ കൊറേ പേർക്കൊക്കെ കുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചിലപ്പോ കുറച്ചൊരു പാളല് വരും അമ്മയ്ക്ക്. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല, അതൊക്കെ ഉണ്ട്. ഇപ്പൊ വീട് വൃത്തിയാക്കും, എല്ലാം ചെയ്യും. ടോയ്ലറ്റ് എല്ലാം ചെയ്യും. ഇപ്പൊ നമ്മള് കൊറേ പറയലുണ്ടല്ലോ, ലൈക്ക് എന്താ പറയാ, ഭാര്യയും ഭർത്താവും ഒരേപോലെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റിട്ട്. പക്ഷെ അച്ഛൻ അങ്ങനെ കേട്ടോ. അച്ഛന് ഒരു നമ്മള് വല്ലപ്പോഴും അച്ഛന് വയ്യെങ്കിൽ മാത്രമാണ് അച്ഛൻ എന്തെങ്കിലും ചെയ്തു തരുമോ ചോദിക്കുള്ളൂ. ബാക്കിയൊന്നും അച്ഛൻ പട്ടാളത്തില് ഞാൻ ആവുമ്പോ ഞാൻ ഡൽഹിയിലേക്ക് പോയപ്പോ അവിടെ എല്ലാ പണി രാവിലെ ചോറൊക്കെ അച്ഛന്. ഞാനന്ന് തന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്നേ. രാവിലെ ചോറും കറിയും ഒക്കെ വെക്കും, അടിക്കും, തുടയ്ക്കും. നമ്മളെ തൃശ്ശൂരത്തെ ചേച്ചി പറയും, ഇനിയിപ്പോ വിജയനങ്ങൾ വന്നെന്ന് എന്തെങ്കിലും സ്പെഷ്യല് കൂടി വേണോ? വേണ്ട, മതി. ഒക്കെ കുറച്ചേ പാടുള്ളൂ. കടലമാവും മൈദമാവും ഒക്കെ കൂട്ടും. പിന്നെ എന്താ വെച്ചാൽ എന്നോടൊരു ടീച്ചർ പറഞ്ഞു, ഒരു അരിമാവിലൊന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ ഇവിടെ അരിമാവ് ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജില്. ഇവിടെ അരിമാവ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീടില്ല. ഞാൻ അരിമാവിൽ ഇങ്ങനെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ആണ് ഉണ്ടാക്കുക. ഈ അപ്പസോഡ നല്ല വയറിന്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, വീട്ടിൽ നിന്നൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കി കഴിച്ചൊന്നും വലിയ പ്രശ്നമില്ല തോന്നുന്നുണ്ട് അല്ലേ? ഈ പുറത്തുനിന്നുള്ള എണ്ണയിലൊക്കെ ആക്കുമ്പോഴാണ് ഇത്തിരി കൂടി. അവര് വലിയ ചട്ടിയിൽ നിറയെ എണ്ണ ഇട്ട് വെക്കും. അത് മുഴുവൻ ആ പഴംപൊരി ഉണ്ടാക്കിയ എണ്ണ തീരില്ല. ആ എണ്ണ പിറ്റേ ദിവസം രണ്ടാമത് എടുക്കും. പിറ്റേ ദിവസം ഒക്കെ അവർ ആ എണ്ണയിലാണ്. അപ്പൊ ആ എണ്ണ ഇട്ടാണ് നമുക്ക് ഇതെന്താ
എന്റെ ക്യൂട്ടി പയ്യാണ്. എല്ലാവർക്കും ഗോകുവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ? ഓ ഭയങ്കര എന്താ സഭാകമ്പോ എന്തോ പറയൂലോ അതിന്, ക്യാമറ ഷൈ ആണ് അല്ലേ? മാവ് ഇട്ടോ, ദോശമാവില് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് പക്ഷോടെ അതിലിട്ട ഒന്നും കൂടി പൊങ്ങും. പക്ഷെ അത് വേണ്ട, പക്ഷോടെ ഇട്ട വയറിന് കേടാവുന്നു. ഞാൻ അതൊന്നും ഇല്ല. എന്തുണ്ടാക്കുമ്പോഴൊക്കെ നോക്കണം കേട്ടോ, കാരണം അതൊക്കെ കയ്യിലുണ്ടോ എണ്ണയിലിടുമ്പോ. ഇവിടെ അമ്മ പരിപ്പോടൊക്കെ ഒരു ടൈമില് പരീക്ഷിച്ചിരുന്നു കേട്ടോ. നമുക്ക് അടുത്ത് ഞാൻ ഉള്ളിയോടെ ഉണ്ടാക്കും. ഇപ്പൊ നിങ്ങക്ക് നുണയാന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ ശരിക്കും ഉള്ളിയോടെ ഉണ്ടാക്കും. ഉള്ളിയോടെ ആക്ച്വലി സിമ്പിളാ. പഴംപൊരി കുറച്ചും കൂടി ഒരു ആർട്ടിസ്റ്റിക് കഴിവാണ്. ഉള്ളിയോടെ അങ്ങനെ പിടിച്ചോണ്ട് കുഴച്ചിട്ട് അങ്ങനെ ഇട്ടാൽ മതി. ഇതിലൊന്നും പെടാത്ത ഒരാളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. എന്റെ ബ്രദർ നന്നായി ഫുഡ് കുക്ക് ചെയ്യും കാര്യമായിട്ട്. പക്ഷെ അവന്റെ ഒരു റഫ് കുക്കിംഗ് ആ, നല്ല എരിവുണ്ടാവും. അങ്ങനെ ഫുഡ് മാത്രല്ല എല്ലാ ജോലിയും ബ്രദറിനറിയാം. എന്റെ ഒപ്പം ക്ലീൻ ചെയ്യാം, വീട് പറഞ്ഞാ ചെയ്യും. അങ്ങനെ വേണ്ടേ, അങ്ങനെ വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഇവള് പിന്നെ ഫുഡൊക്കെ നന്നായിട്ട് ഇവള് ഉണ്ടാക്കൂട്ടോ. പറഞ്ഞു പറയിക്കുന്നതല്ലോ സംഭവം ചെയ്യും ചിലപ്പോ. പിന്നെ എന്താ വെച്ചാ അതിനൊക്കെ ഒരു കമ്മീഷനൊക്കെ ഇടയ്ക്ക് കൊടുക്കണം. എന്നാലും വേണ്ടിയില്ല വെച്ചാലേ ആൺകുട്ടികളെ നമുക്ക് പണിയൊക്കെ പഠിപ്പിക്കണം എന്നല്ലേ പറയാറ്. ഇപ്പൊ ഭയങ്കര ഒന്നും പാടില്ല. ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെ തന്നെ. അപ്പൊ അവൻ ഇനി കല്യാണം കഴിച്ചു വരുന്ന ആ പെൺകുട്ടിക്ക് അത് ബാധിക്കരുത്. ഒരാളെന്നെ പണിയെടുക്കുക, അവൻ എല്ലാറ്റിലും സഹായിക്കും. ഇവള് പണിയെടുക്കില്ല എന്നല്ല, ഇവള് ഫുഡാണ്. അങ്ങനെ വേണം. നമുക്കിപ്പോ ലോകം മാറിയിട്ട് ഫുള്ള് റെഡിയാക്കാനൊന്നും പറ്റില്ല. നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരെ മാക്സിമം നന്നാക്കാൻ നമ്മൾ നോക്കുക, ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുക എന്നൊന്നും പറയണത് പഠിക്കേണ്ട കാര്യമില്ല. അതൊക്കെ എല്ലാരും അറിഞ്ഞിരിക്കേണ്ട കാര്യ. വൃത്തിയാക്കാൻ പഠിക്കുക, കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ പഴംപൊരിയും ചായയും റെഡി ആയിരിക്കാണ്. അമ്മ വരൂ, ചൂട് പഴംപൊരി വരൂ 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 വരൂ. പഴംപൊരിയുടെ കൂടെ കഴിക്കുമ്പോ മധുരം അങ്ങോട്ട് ബാലൻസ് ആയി പോണം. പിന്നെന്താ കൊടുക്കട്ടോ, ജിമ്മത്തെ ആള് പറയലുണ്ട്, കാർത്തികേട്ടൻ പറയലുണ്ട്, മധുരം ഒന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല അധികം. കൂടി ഉള്ളപ്പോഴാട്ടോ അങ്ങനത്തെ രസമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഓരോരുത്തരും ഓരോ സമയത്താ. ഈ കഴിച്ചതിനൊക്കെ പോയിട്ട് അവിടെ ചെന്നൊരു വർക്കൗട്ട് ചെയ്ത് വരാം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. ചെറിയൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഞാൻ അതിന്റെ എൻ കാർഡ് എടുക്കാൻ മൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.